ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മുടെ ചാനലിന് 500+ സബ്സ്ക്രൈബേഴ്സ് കയറിയിരിക്കുകയാണ്. അപ്പോൾ താങ്ക് യു എവരി വൺ ഫോർ സപ്പോർട്ടിങ്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് നമ്മൾ അറിയിക്കുക. ഇഷ്ടമായെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് JCIയുടെ PYQ തന്നെയാണ്. 40 ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്റ്റുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മൾ 3 ക്ലാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ PYQൻ്റെ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ഓക്കെ, ക്ലാസ്സിലേക്ക് കിടക്കാം. 61ാമത്തെ ക്വസ്റ്റ്യൻ, ക്രെഡിറ്റ് റിസ്ക് ടു ദ ബാങ്ക് ഈസ് ഹൈ ഫ്രം ദ ഓപ്ഷൻ എ ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സ് ആണ് ആൻസർ. ക്രെഡിറ്റ് റിസ്ക് ടു ദ ബാങ്ക് ഈസ് ഹൈ ഫ്രം ദ എവിടെ നിന്നാണ് ക്രെഡിറ്റ് റിസ്ക് കൂടുതലായിട്ട് വരുന്നത്? ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സിൻ്റെ നിന്നായിരിക്കും അല്ലേ. ഓപ്ഷൻ എ ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സ് ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാർണിഷി ഓർഡർ ഈസ് ഇഷ്യൂഡ് ബൈ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി കോർട്ട്സ് ഓഫ് ലോ. ആരാണ് ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്? കോർട്ട് ഓഫ് ലോ ആണ്, അതായത് സിവിൽ കോർട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത് കേട്ടോ. ഗാർണിഷി ഓർഡറിനെ കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് ഒരു ക്ലാസ് എടുക്കാം. ഇപ്പം നമുക്ക് ബേസിക് പോയിൻറ്റ്സ് നമുക്ക് പറയാം. എന്താണ് ഗാർണിഷി ഓർഡർ എന്ന് നിങ്ങൾക്ക് അറിയാമോ? സിമ്പിളായി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 2 പേരുണ്ടെന്ന് കൺസിഡർ ചെയ്യാം. അതായത് ഇപ്പോൾ ജയനും നമുക്ക് ലാലു എന്ന വ്യക്തിനെ എടുക്കാം. ജയൻ എന്ന വ്യക്തിയും ലാലു എന്ന വ്യക്തിയും. ജയൻ എന്ന വ്യക്തി ഒരു 10,000 രൂപ ലാലു എന്ന വ്യക്തിയുടെ നിന്ന് വാങ്ങുകയാണ്. ആരുടെ നിന്നാണ് വാങ്ങുന്നത്? ലാലുവിൻ്റെ നിന്ന്. അപ്പോൾ ലാലു അല്ലേ കൊടുക്കുന്നത്, ലാലുവിൻ്റെയിലാണ് കാശുള്ളത്. അപ്പോൾ ലാലു അവിടുത്തെ ആരായിരിക്കും? ക്രെഡിറ്റർ ആയിരിക്കും അല്ലേ. വാങ്ങുന്നത് ആരായിരുന്നു? കടം വാങ്ങുന്നത് ആരാണ്? ജയനാണ്. അപ്പോൾ ജയൻ അവിടുത്തെ ഡെപ്റ്റർ ആയിരിക്കും. ഇങ്ങനെ ഞാൻ പൈസ തിരിച്ചു തരാമെന്ന് പറഞ്ഞ കേസിലാണ് വാങ്ങുന്നത്. പക്ഷേ ജയൻ എന്ന് പറയുന്ന വ്യക്തി ലാലുവിന് പൈസ തിരിച്ചു കൊടുക്കുന്നില്ല. പൈസ പറഞ്ഞ ഡേറ്റിലൊന്നും പൈസ കൊടുത്തില്ല. അങ്ങനെയാണ്. അതേസമയം ജയൻ്റെ വേറൊരു അക്കൗണ്ടിൽ, അതായത് ഇപ്പോൾ നമുക്ക് ഫെഡറൽ ബാങ്കാണെന്ന് വിചാരിക്കാം. ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിൽ ഒരു 30,000 രൂപയുണ്ട് എന്ന് ലാലു അറിയാണ്. അപ്പം നമ്മുടെ ലാലു എന്ത് ചെയ്യും? സിവിൽ കോർട്ടിൽ പോയി കേസ് ഫയൽ ചെയ്യാണ്. എവിടെയാണ്? സിവിൽ കോർട്ടിൽ. അപ്പം സിവിൽ കോർട്ട് എന്ത് ചെയ്യും? ഒരു ഓർഡർ ഈ ഫെഡറൽ ബാങ്കിനെതിരെ പുറപ്പെടുവിക്കുകയാണ്. ഫെഡറൽ ബാങ്കിക്ക് ഒരു ഓർഡർ കൊടുക്കുകയാണ്. എന്തായിരിക്കും ഓർഡർ? സ്റ്റോപ്പ് പേയ്മെൻറ്റ്, ജയൻ്റെ അക്കൗണ്ട് ഒന്നില്ലെങ്കിൽ ഫ്രീസ് ചെയ്യുക, അല്ലെങ്കിൽ പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുക, ഇനി പണമിടപാട് നടത്താണ്ടിരിക്കുക എന്നുള്ളൊരു ഓർഡർ കൊടുക്കുകയാണ്. ഇതിനെയാണ് ഗാർണിഷി ഓർഡർ എന്ന് പറയുന്നത്. സിവിൽ കോർട്ട് ഫെഡറൽ ബാങ്കിന് കേട്ടോ, ഇവിടെ ഫെഡറൽ ബാങ്കിന് കൊടുക്കുന്ന ഓർഡറാണ്, അതാണ് ഗാർണിഷി ഓർഡർ. ഇവിടെ ഈ ഫെഡറൽ ബാങ്ക് എന്ന് പറയുന്നത് ഡെപ്റ്റേഴ്സ് ഡെപ്റ്റാണ്, അതായത് ഗാർണിഷി. ഫെഡറൽ ബാങ്ക് എന്താണ്? ഇവിടുത്തെ ഗാർണിഷിയാണ്. ഗാർണിഷി എന്നറിയപ്പെടുന്നത് ഡെപ്റ്റേഴ്സ് ഡെപ്റ്ററാണ്. അതായത് ഈ കേസിൽ ജയനാണല്ലോ ഡെപ്റ്റർ. ഡെപ്റ്ററിൻ്റെ ഡെപ്റ്ററാണ് ഫെഡറൽ ബാങ്ക്. അതായത് ജയൻ്റെ 30,000 രൂപ ഫെഡറൽ ബാങ്കിലുണ്ട്. അപ്പോൾ ഡെപ്റ്റേഴ്സ് ഡെപ്റ്റർ ആരാണ് ഇവിടെ? ഫെഡറൽ ബാങ്കാണ്. അപ്പോൾ ഈ ഗാർണിഷിയിൽ നമ്മൾ 3 പാർട്ടീസാണുള്ളത്. ഫസ്റ്റ് വൺ ഗാർണിഷി ഉണ്ടാവും. ഗാർണിഷി എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? നമ്മുടെ ഫെഡറൽ ബാങ്കാണ് അല്ലേ. ഈ കേസിൽ ഫെഡറൽ ബാങ്കാണ്. പിന്നെ ജഡ്ജ്മെൻറ്റ് ഡെപ്റ്റർ ഉണ്ടായിരിക്കും. ആളാരാണ്? കടം വാങ്ങിയ ആൾ ആരായിരിക്കും? ജയനാണ് കടം വാങ്ങിയത്. അപ്പോൾ അദ്ദേഹം ജഡ്ജ്മെൻറ്റ് ഡെപ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നെ ക്രെഡിറ്റർ ആരായിരുന്നു? ലാലു ആണ്. അദ്ദേഹം ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നെ ആരാ ഉള്ളത്? കോർട്ടാണ് ഈ ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് കോർട്ടാണ്. അപ്പം 4 പാർട്ടീസ് ആരൊക്കെയാണ്? ഗാർണിഷി ഉണ്ട്, ഗാർണിഷിയുടെ ഫെഡറൽ ബാങ്കാണ്. ജഡ്ജ്മെൻറ്റ് ഡെപ്റ്റർ ഉണ്ട്, ആളിവിടെ ജയനാണ്. ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ ഉണ്ട്, അദ്ദേഹം ലാലു ആണ്. പിന്നെ കോമ്പിറ്റൻറ്റ് കോർട്ട് ഉണ്ട് അല്ലേ, അതായത് ഇഷ്യൂ ചെയ്യുന്നത്, ഓർഡർ ഇഷ്യൂ ചെയ്യുന്ന കോമ്പിറ്റൻറ്റ് കോർട്ട് ഉണ്ട്. അത് ഈ 4 പാർട്ടീസാണ് ഇതിലുള്ളത്. ഈ ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് 2 പാർട്ടായിട്ടാണ്. ഫസ്റ്റ് വൺ പറയുന്നത് ഓർഡർ നിസി എന്നാണ്. സെക്കൻഡ് വൺ പറയുന്നത് ഓർഡർ ആബ്സല്യൂട്ട്. ഓർഡർ നിസിയിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് പേയ്മെൻറ്റ്, നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യിപ്പിക്കുക, ഈ ജയൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യിപ്പിക്കുക, ഇതാണ് പറയുന്നത്. സെക്കൻഡ് ഓർഡർ ആബ്സല്യൂട്ടിൽ പറയുന്നത് ബാങ്കിനെ ഡയറക്റ്റ് ചെയ്ത് ബാങ്കിനോട് പറയുകയാണ്, ഒന്നില്ലെങ്കിൽ അതിലത്തെ പൈസ മൊത്തം, അല്ലെങ്കിൽ എത്രയാണ് കടം കൊടുക്കാനുള്ളത്? 10,000 രൂപയാണ് അല്ലേ. അപ്പോൾ ആ 10,000 രൂപ മാത്രം, സ്പെസിഫിക് ആയിട്ടുള്ള എമൗണ്ട് മാത്രം നമ്മളുടെ ലാലുവിന് കൊടുക്കുക എന്ന് ഓർഡർ ചെയ്യുകയാണ്. നമുക്ക് ഗാർണിഷി ഓർഡറിനെ പറ്റിയിട്ട് ഒരു ക്ലാസ് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. നമുക്ക് വരച്ച് ചെയ്യാത്, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ. ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് ഓർഡർ 21 റൂൾ 46 ഓഫ് സിവിൽ പ്രൊസീജിയർ കോഡ്
1908 പ്രകാരമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, സാൻസ് റിക്കോഴ്സ് മീൻസ്. എന്താണ് സാൻസ് റിക്കോഴ്സ് എന്ന് പറഞ്ഞാൽ? ഓപ്ഷൻ സി വിത്തൗട്ട് ലയബിലിറ്റി ടു മീ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി വിത്തൗട്ട് ലയബിലിറ്റി ടു മീ. NI ആക്ടിലെ സെക്ഷൻ 52 സാൻസ് റിക്കോഴ്സ് എൻഡോഴ്സ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. An endorser free himself from the liability of dishonor of check is called sans recourse endorsement. The endorsement in which the endorser escaped from his responsibility is sans recourse endorsement. Okay. Without liability to me, without recourse to me എന്നൊക്കെ പറഞ്ഞാൽ sans recourse-ലാണ് വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അണ്ടർ ഫാം മെക്കനൈസേഷൻ സ്കീം ലോൺ ഈസ് ഗിവൻ ടു ഫാമർ ഫോർ. ഓപ്ഷൻ സി പർച്ചേസ് ഓഫ് ഫാം എക്യുപ്മെൻ്റ് ആണ് ആൻസർ വരുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി പർച്ചേസ് ഓഫ് ഫാം എക്യുപ്മെൻറ്റ്. ഫാം എക്യുപ്മെൻറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫാമേഴ്സിന് ലോൺ കൊടുക്കുന്നത്. ഏത് സ്കീമിൽ? ഫാം മെക്കനൈസേഷൻ സ്കീമിൽ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, പിക്ക് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റൊക്കെ വായിക്കാം ആദ്യം, എന്നിട്ട് അതിൽ നിന്ന് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണോ അത് തിരഞ്ഞെടുക്കാം. ഫസ്റ്റ് പറയുന്നത് SLR ഈസ് ലോവർ ദാൻ CRR ആണോ? അല്ല, SLR എപ്പോഴും കൂടുതലായിരിക്കും. CRRനേക്കാളും കൂടുതലായിരിക്കും SLR. SLR എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. CRR എന്താണ്? ക്യാഷ് റിസർവ് റേഷ്യോ. SLR ഇപ്പോൾ ഒരു 18%, CRR 4.5%. അപ്പോൾ തന്നെ മനസ്സിലായില്ലേ, SLR ആണ് കൂടുതൽ വരുന്നത്. ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട് റേറ്റുകളെ സംബന്ധിച്ചിട്ട്. ക്വാണ്ടിറ്റേറ്റീവ് സിസ്റ്റം ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന ടോപ്പിക്കിൽ എടുക്കുന്നുണ്ടാവും കേട്ടോ. ഫസ്റ്റ് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൽ പോയി കാണുക. അതിൽ ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, CRR, SLR, റിപ്പോ, റിവേഴ്സ് റിപ്പോ റേറ്റ്, അതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാന്ന് നമുക്ക് മനസ്സിലായി. ഇനി നെക്സ്റ്റ് പറയുന്നത് RBI സ്റ്റാർട്ടഡ് ഫംഗ്ഷനിങ് ഫ്രം 1 April 1934 ആണോ? അല്ല അല്ലേ, അതും തെറ്റാണ്. എന്നാണ് RBI ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തത്? 1 April 1935. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് നോട്ട്സ് ഇൻ ഡിനോമിനേഷൻസ് ഓഫ് ₹1 or 2 ₹1000 ആർ ഇഷ്യൂഡ് ബൈ RBI ആണോ? അല്ല, ഒരിക്കലും അല്ല. ₹1 നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് ഫിനാൻസ് മിനിസ്ട്രിയാണ് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ RBI ആണ് ഇഷ്യൂ ചെയ്യുന്നത്. 1 നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? ₹1 നോട്ട് ഫിനാൻസ് മിനിസ്ട്രിയാണ്. ഓക്കെ, തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. എ ഡിക്രീസ് ഇൻ ബാങ്ക് റേറ്റ് ഈസ് ലൈക്ലി ടു റിലേറ്റ് ടു ഡിക്രീസ് ഇൻ ദ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ബാങ്ക്. ഇത് ശരിയാണ് അല്ലേ? ബാങ്ക് റേറ്റ് ഡിക്രീസ് ആകുമ്പോൾ ബാങ്കുകളുടെ ഇൻട്രസ്റ്റ് റേറ്റും ഡിക്രീസ് ആവുന്നു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, മെയിൻ്റനൻസ് ഓഫ് ദ ഫോളോയിങ് ബുക്സ് രജിസ്റ്റേഴ്സ് ഈസ് നോട്ട് കമ്പൽസറി ഫോർ SHG. SHG എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് അല്ലേ? കുടുംബശ്രീ നമ്മൾ ആലോചിക്കാം. ഇപ്പോൾ ഈ കുടുംബശ്രീയൊക്കെ പോലെയുള്ള സംഘടനകൾക്ക് ഏത് ബുക്കാണ് കമ്പൽസറി അല്ലാത്തതെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ മിനിറ്റ്സ് ബുക്ക് എന്തായാലും വേണം അല്ലേ? എല്ലാവരുടെ കയ്യിലും എല്ലാ സംഘത്തിൻ്റെയിലും മിനിറ്റ്സ് ബുക്ക് ഉണ്ടായിരിക്കും. ഓപ്ഷൻ ബി സേവിങ്സ് ആൻഡ് ലോൺ രജിസ്റ്റർ, അതും ഉണ്ടായിരിക്കും അല്ലേ? അവരുടെ ലോൺ രജിസ്റ്ററൊക്കെ അവർക്ക് കീപ്പ് ചെയ്യണം. ഓപ്ഷൻ സി വിസിറ്റേഴ്സ് ബുക്ക്, അത് വേണോ? വിസിറ്റേഴ്സ് ബുക്ക് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല അല്ലേ? കുടുംബശ്രീയുടെയിലൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ വിസിറ്റേഴ്സ് ബുക്ക് കമ്പൽസറി അല്ല കേട്ടോ, അത് വേണ്ട. ഓപ്ഷൻ ഡി മെമ്പേഴ്സ് പാസ്ബുക്ക്, അത് എല്ലാവർക്കും വേണം. സംഘത്തിൽ എല്ലാവർക്കും തന്നെ മെമ്പേഴ്സ് പാസ്ബുക്ക് വേണം. അപ്പോൾ കമ്പൽസറി അല്ലാത്തത് ഏതാണെങ്കിൽ ഓപ്ഷൻ സി വിസിറ്റേഴ്സ് ബുക്കാണ്. 67ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഹോൾസെയിൽ ബാങ്കിങ് റെഫേഴ്സ് ടു ഡൂയിങ് ബാങ്കിങ് ബിസിനസ് വിത്ത്. ആരായിട്ടാണ് ബാങ്കിങ് ബിസിനസ് ചെയ്യുന്നത്? ഹോൾസെയിൽ ബാങ്കിങ്. ഓപ്ഷൻ ബി ഇൻഡസ്ട്രിയൽ ആൻഡ് ബിസിനസ് എൻറ്റിറ്റീസ് ഇൻക്ലൂഡിങ് ഗവൺമെൻറ് ആൻഡ് പബ്ലിക് സെക്ടർ കമ്പനി. അതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 68ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഓൾഡസ്റ്റ് ഫംഗ്ഷനിങ് ജോയിൻറ്റ് സ്റ്റോക്ക് ബാങ്ക് ഇൻ ഇന്ത്യ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി അലഹബാദ് ബാങ്ക് ആണ്. അലഹബാദ് ബാങ്കാണ് ഓൾഡസ്റ്റ് ഫംഗ്ഷനിങ് ജോയിൻറ്റ് സ്റ്റോക്ക് ബാങ്ക് ഇൻ ഇന്ത്യ. ഓക്കെ. 69ാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ ദ ഫസ്റ്റ് ടൈം 14 മേജർ കൊമേഴ്ഷ്യൽ ബാങ്ക് വർ നാഷണലൈസ്ഡ് ബൈ ദി ഇന്ത്യൻ ഗവൺമെൻറ് ഇൻ ദ ഇയർ. എന്നാണ് 14 മേജറായിട്ടുള്ള കൊമേഴ്ഷ്യൽ ബാങ്ക് നാഷണലൈസ് ചെയ്തത്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ സി 1969 ആണ്. 1969 വേറൊരു പ്രത്യേകത എന്താണ്? നമ്മുടെ KCS ആക്ട് നിലവിൽ വന്ന വർഷമാണ് കേട്ടോ, 1969. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് പേയ്മെൻറ്റ് ബാങ്ക്സ് ഇൻ ഫോൾസ്. പേയ്മെൻറ്റ് ബാങ്കിനെ കുറിച്ചിട്ട് തെറ്റായത് ഏതാണ്? അതാണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് വായിക്കാം, സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. സ്റ്റേറ്റ്മെൻറ്റ് എ പറയുന്നത് പേയ്മെൻറ്റ് ബാങ്ക്സ് ആർ രജിസ്റ്റേർഡ് ആസ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി അണ്ടർ കമ്പനീസ് ആക്ട് 2013. അത് ശരിയായ പോയിൻ്റാണ്. പബ്ലിക് ലിമിറ്റഡ് കമ്പനി അണ്ടർ കമ്പനീസ് ആക്ട് 2013 പേയ്മെൻറ്റ് ബാങ്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ബി പറയുന്നത് പേയ്മെൻറ്റ് ബാങ്ക്സ് ക്യാൻ ഓഫർ കറണ്ട് ആൻഡ് സേവിങ് അക്കൗണ്ട്. അത് ശരിയായിട്ടുള്ളൊരു പോയിൻ്റ് തന്നെയാണ്. പേയ്മെൻറ്റ് ബാങ്കിന് കറണ്ട്
അക്കൗണ്ടും സേവിങ് അക്കൗണ്ടും അവർ ഇപ്പോൾ ഓഫർ ചെയ്യുന്നുണ്ട്. സി പറയുന്നത് പേയ്മെൻറ്റ് ബാങ്ക് ക്യാൻ ഓഫർ നെറ്റ് ബാങ്കിങ് ആൻഡ് മൊബൈൽ ബാങ്കിങ്. അതും ശരിയാണ്. നെറ്റ് ബാങ്കിങ്ങും മൊബൈൽ ബാങ്കിങ്ങും അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ ഡി പറയുന്നത് പേയ്മെൻറ്റ് ബാങ്ക്സ് ക്യാൻ ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് അപ് ടു 2 lakhs പെർ കസ്റ്റമർ. അതും ശരിയായ പോയിന്റ് തന്നെയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 lakh വരെയാണ് പെർ കസ്റ്റമറിൽ നിന്ന് 2 lakh വരെയാണ് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാവുന്നത്. മാക്സിമം ലിമിറ്റ് ഫോർ ഡെപ്പോസിറ്റ് 2 lakh ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ഈ റാങ്ക് ഫയലിൽ ഓപ്ഷൻ എടുക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. പക്ഷേ ഇതിലെല്ലാ പോയിൻറ്റ്സും ശരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 71ാമത്തെ ക്വസ്റ്റ്യൻ. ദ മാക്സിമം ഏജ് ഫോർ ജോയിനിങ് ഇൻ ദ അടൽ പെൻഷൻ യോജന APYയിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള മാക്സിമം ഏജ് എത്രയാണ്? മാക്സിമം ഏജ് 40 വയസ്സാണ് കേട്ടോ. ഓപ്ഷൻ എ 40 years. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് സ്കീം വിൽ ഓഫർ എ റിന്യൂവബിൾ 1 year ഡെത്ത് കം ഡിസബിലിറ്റി കവർ ഓഫ് ₹2 lakh to all saving bank account holders in the age group of 18 to 70 years for a premium of ₹12 per annum per subscriber. എന്താണ്? 18 തൊട്ട് 70 വയസ്സ് വരെയുള്ള എല്ലാ അക്കൗണ്ട് ഹോൾഡേഴ്സിനും 12 രൂപ പ്രീമിയത്തിൽ ഡെത്ത് കം ഡിസബിലിറ്റി ഇൻഷുറൻസ് കവറേജ് കൊടുക്കുകയാണ് റിന്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനെ എന്ത് പേരാണ് വിളിക്കുന്നത്? PMSBY ആണ് കേട്ടോ. PMSBY. ഓക്കെ. 73ാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് എ ലൈഫ് ഇൻഷുറൻസ് സ്കീം വിച്ച് കവേഴ്സ് ദ ഡെത്ത് ഓഫ് ദ ഇൻഷുർഡ് റിഗാർഡ്ലെസ് ഓഫ് ദ കോസ് ഓഫ് ദ ഡെത്ത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി PMJJBY ആണ് കേട്ടോ. ഓപ്ഷൻ ബി PMJJBY. PMJJBY എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന. ക്വസ്റ്റ്യൻ വരുന്നത് ദ ബാങ്ക് ഓംബുഡ്സ്മാൻ ക്യാൻ നൗ പാസ് എൻ അവാർഡ് പെനാൽറ്റി അപ് ടു ഡാഷ് ലാക്സ്. ഓപ്ഷൻ സി 20 lakh ആണ് വരുന്നത് കേട്ടോ. ഓപ്ഷൻ സി 20 lakh. 75ാമത്തെ ക്വസ്റ്റ്യൻ. ദ ക്ലാറ്റൺസ് റൂൾ ഈസ് അപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെൻറ്റ്സ് ഇൻ എ റണ്ണിങ് അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ദ റൈറ്റ് ഓഫ് ജനറൽ ലീൻ ക്യാൻ ബി എക്സസൈസ്ഡ് ഇൻ ദ ഫോളോയിങ് കേസസ്. ഏത് കേസസൊക്കെ കുറിച്ച് പറയുന്നുണ്ട്? 4 കേസ് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് വെൻ ദ വാല്യൂബിൾസ് ആർ ഡെപ്പോസിറ്റഡ് ഫോർ സേഫ് കസ്റ്റഡി. സെക്കൻഡ് വെൻ സം സെക്യൂരിറ്റീസ് ആർ ലെഫ്റ്റ് വിത്ത് ദ ബാങ്ക് ബൈ മിസ്റ്റേക്ക്. സി പറയുന്നത് വെൻ സം സെക്യൂരിറ്റീസ് ആർ ഹെൽഡ് ബൈ ദ ബാങ്ക് ആസ് എ ബാങ്കർ. ഡി പറയുന്നത് when the property is held by the customer as trustee and the bank has notice of the trust. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. when some securities are held by the bank as a banker. ഈ കേസിലാണ് ജനറൽ ലീന് എക്സസൈസ് ചെയ്യുന്നത് കേട്ടോ. ദ റൈറ്റ് ഓഫ് ജനറൽ ലീൻ ക്യാൻ ബി എക്സസൈസ്ഡ് ഏത് കേസിലാണ്? when some securities are held by the bank as a banker. 77ാമത്തെ ക്വസ്റ്റ്യൻ. FEMA is the acronym of. FEMA stands for എന്താണ്? ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്. FEMA stands for ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്. എന്നാണ് FEMA എനാക്ട് ചെയ്തത്? ഡിസംബർ 29, 1999. എന്നാണ് കെയിം ഇൻ ടു ഫോഴ്സ് ആയത്? FEMA കെയിം ഇൻ ടു ഫോഴ്സ് 1st June 2000. 1st June 2000 കെയിം ഇൻ ടു ഫോഴ്സ് ആയത്. ഓക്കെ. 1973 ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്, അതായത് ഫെറ എന്നാണ് അറിയപ്പെടുന്നത്. 1973 ഫെറ ആണ് FEMA ആയിട്ട് മാറിയത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. പിക്ക് ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് നോട്ട് ട്രൂ ഇൻ ദ കേസ് ഓഫ് ബാങ്ക് അക്കൗണ്ട് ഓഫ് എ ജോയിൻറ്റ് ഹിന്ദു ഫാമിലിയാണ്. തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വായിക്കാം. ഫസ്റ്റ് പറയുന്നത് ദ അക്കൗണ്ട് ഷുഡ് ക്ലിയർലി ഇൻഡിക്കേറ്റ് ദാറ്റ് ഈസ് എ JHF, അതായത് JHF എന്ന് പറഞ്ഞാൽ എന്താണ്? ജോയിൻറ്റ് ഹിന്ദു ഫാമിലി. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദ എൽഡസ്റ്റ് മെയിൽ മെമ്പേഴ്സ് ഓഫ് ദ JHF ഈസ് എ കർത്ത. ഇതും നമ്മൾ ഡിഗ്രിയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ടാക്സിൽ പഠിച്ചിട്ടുണ്ട് ഈ സംഭവമൊക്കെ. അതും ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഓൾ കോ-പാർട്ട്നേഴ്സ് ഷുഡ് സൈൻ ദ ലോൺ ഡോക്യുമെൻറ്റ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നാലാമത്തെ പറയുന്നത് ഡെത്ത്, ലുനാസി, ഇൻസോൾവൻസി ഓഫ് എ കോ-പാർട്ട്നർ ഡിസോൾവ് ദ JHF. അതാണ് നോട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കോ-പാർട്ട്നർ അവരുടെ ഡെത്ത്, അവർ ഇൻസോൾവൻ്റായി പ്രഖ്യാപിക്കുക, പാപ്പരാക്കുക, അങ്ങനെയൊക്കെ ഉള്ള കേസിൽ JHF
ഡിസോൾവ് ആവുമെന്നാണ് പറയുന്നത്. അത് ഇല്ല കേട്ടോ. JHF അങ്ങനെ ഒരിക്കലും ഡിസോൾവ് ആവില്ല. കോ പാർട്ട്ണർ ഡെത്ത് ആയാലോ ഇൻസോൾവൻ്റ് ആയാലോ JHF ഡിസോൾവ് ആവില്ല, ഇല്ലാണ്ടാവുകയില്ല. Question: After the small finance bank reaches the net worth of dash, listing will be mandatory within 3 years from the reaching that net worth. ആൻസർ വരുന്നത് ഓപ്ഷൻ സി 500 crore ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ: ആൻ എൻറ്റിറ്റി ക്യാൻ ബി ടേംഡ് ആസ് എ ബാങ്ക്. എപ്പോഴാണ് ഒരു എൻറ്റിറ്റി ബാങ്ക് ആയിട്ട് മാറുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. എ ഫേം ഓർ കമ്പനി ഈസ് ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ഇന്ത്യൻ കമ്പനീസ് ആക്ട് ആൻഡ് ആസെപ്റ്റ് ഡെപ്പോസിറ്റ് ഫോർ ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ. എന്താണ് ഇന്ത്യൻ കമ്പനീസ് ആക്ടിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫാം ആയിരിക്കണം. അവരെന്തിനു വേണ്ടിയിട്ടാണ്? ലെൻഡിങ്ങിന് വേണ്ടിയിട്ട് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യണം. അതിനെയാണ് നമ്മൾ ബാങ്ക് എന്ന് പറയുന്നത് അല്ലേ. ബാങ്കിൻ്റെ ഫംഗ്ഷൻ എന്താണ്? പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫോർ ലെൻഡിങ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്: ഇഫ് എ കസ്റ്റമർ കീപ് certain valuable or securities with the bank for safe keeping, the bank is a. നമ്മളൊരു ബാങ്കിൽ വാല്യൂബിൾ അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് കീപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ആ ബാങ്ക് ആരായിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്? ബാങ്ക് അവിടെ ബെയിലിയും ട്രസ്റ്റി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ബോത്ത് ബെയിലി ആൻഡ് ട്രസ്റ്റി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 82ാമത്തെ ക്വസ്റ്റ്യൻ: ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആർ ദോസ് വിച്ച് ക്യാൻ ബി വിത്ഡ്രോൺ. എങ്ങനെയാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് വിത്ഡ്രോൺ ചെയ്യുന്നത്? ഓൺ ഡിമാൻഡ് ആയിരിക്കും അല്ലേ. ഓപ്ഷൻ ബി ഓൺ ഡിമാൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ: ബാങ്കേഴ്സ് ലീൻ ഈസ് ആൻ. ബാങ്കേഴ്സിൻ്റെ ലീൻ എന്തായിരിക്കും? ഓപ്ഷൻ ബി ഇംപ്ലൈഡ് ലീൻ ആയിരിക്കും കേട്ടോ. ഇംപ്ലൈഡ് പ്ലഡ്ജ് ആണ്. ബാങ്കേഴ്സ് ലീൻ ഈസ് ആൻ ഇംപ്ലൈഡ് പ്ലഡ്ജ്. 84ാമത്തെ ക്വസ്റ്റ്യൻ: എ മൈനർ ഫോർ ഹൂം ദ കോർട്ട് ഹാസ് അപ്പോയിൻറ്റഡ് എ ഗാർഡിയൻ അറ്റൈൻസ് മെജോറിറ്റി ഓൺ കംപ്ലീഷൻ ഓഫ്. ഓപ്ഷൻ എ 21 ഇയേഴ്സ് ആണ്. ഒരു മൈനർക്ക് കോർട്ട് ഗാർഡിയൻ അപ്പോയിൻറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന് 21 വയസ്സ് പൂർത്തിയാവുന്നത് വരെയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ: ഡെലിഗേഷൻ ഓഫ് പവർ അണ്ടർ എ ട്രസ്റ്റീസ്. ആൻസർ വരുന്നത് നോട്ട് പോസിബിൾ ആണ്. ഓപ്ഷൻ ബി നോട്ട് പോസിബിൾ. ഡെലിഗേഷൻ ഓഫ് പവർ അണ്ടർ എ ട്രസ്റ്റീസ് നോട്ട് പോസിബിൾ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്: വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ നോട്ട് ട്രൂ വിത്ത് റെസ്പെക്ട് ടു RTGS. RTGS എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻ്റ് ആണ് അല്ലേ. അതിനെ സംബന്ധിച്ച് ശരിയാവാത്തത് ഏതാണെന്ന് ചോദിച്ചേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. ഫസ്റ്റ് പറയുന്നത്: ഫണ്ട്സ് ആർ ട്രാൻസ്ഫറബിൾ ഫ്രം ദ ബ്രാഞ്ച് ഓഫ് വൺ ബാങ്ക് ടു ദ ബ്രാഞ്ച് ഓഫ് അനദർ ബാങ്ക്. സെക്കൻഡ് അത് ശരിയാണ് അല്ലേ, അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്കൻഡ് പറയുന്നത്: ഓൺലി ദ കോർപ്പറേറ്റ് ഓർ ആൻഡ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ക്യാൻ അവെയിൽ ഓഫ് ദി ഫെസിലിറ്റി. RTGS ഫെസിലിറ്റി ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിന് കോർപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും മാത്രമേ ഉള്ളൂ എന്ന്. അത് തെറ്റായിട്ടുള്ള ഫോമാണ് കേട്ടോ. അത് തെറ്റാണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ദ RTGS സിസ്റ്റം ഈസ് മെയിൻറ്റൈൻഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ദ RBI. അത് ശരിയാണ്. ഈച്ച് പാർട്ടിസിപ്പൻറ്റ് ബാങ്ക് ഇൻ RTGS വിൽ ബി റിക്വയർഡ് ടു ഓപ്പൺ എ ഡെഡിക്കേറ്റഡ് സെറ്റിൽമെൻറ്റ് അക്കൗണ്ട് ഫോർ പുട്ടിംഗ് ത്രൂ ഇറ്റ്സ് RTGS ട്രാൻസാക്ഷൻ. അതും ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ തെറ്റായിട്ടുള്ള പോയിന്റ് ഏതാണ്? ഓപ്ഷൻ ബി ഓൺലി ദ കോർപ്പറേറ്റ് ആൻഡ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ക്യാൻ അവെയിൽ ദ ഫെസിലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്: സെക്യൂരിറ്റി ഫീച്ചേഴ്സ് അവൈലബിൾ വിത്ത് സ്മാർട്ട് കാർഡ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ പറയുന്നത് മൾട്ടിപ്പിൾ പിൻസ്. ഓപ്ഷൻ ബി പറയുന്നത് റെറ്റിനാൽ പാറ്റേൺ വെരിഫിക്കേഷൻ. ഓപ്ഷൻ സി പറയുന്നത് ഡൈനാമിക് സിഗ്നേച്ചർ വെരിഫിക്കേഷൻ. ഓപ്ഷൻ ഡി പറയുന്നത് ഓൾ ഓഫ് ദ എബവ്. ഇവിടെ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദ എബവ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ്. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്: ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ദ ബാങ്ക്സ് ടു ബി വാലിഡ് ഫോർ. DD എത്ര സമയത്തേക്കാണ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നത്? 3 മാസത്തേക്കാണ് കേട്ടോ. ഓപ്ഷൻ സി 3 months. 89ാമത്തെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ 90ലേക്ക് നമുക്ക് കിടക്കാം. വെൻ ബാങ്ക് ഗീവ് ഹോം ലോൺസ് ദ നേച്ചർ ഓഫ് ചാർജ് ക്രിയേറ്റഡ് ഈസ്. എന്താണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി മോർട്ടഗേജ് ആണ്. 91 തൊട്ട് 100 വരെയുള്ള ക്വസ്റ്റ്യൻ IT വിഭാഗത്തിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. നമുക്ക് നോക്കാം. 91ാമത്തെ ക്വസ്റ്റ്യൻ: ദ കീ ഇൻ എ സ്റ്റാൻഡേർഡ് കീബോർഡ് വിച്ച് ഡിലീറ്റ് 1 ക്യാരക്ടർ ബിഫോർ ദ കഴ്സർ ഈസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ബാക്ക് സ്പേസ് ആണ് കേട്ടോ. 92ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 93ാമത്തെ വരുന്നത്: എ പ്ലാറ്റർ ഓഫ് എ ഹാർഡ് ഡിസ്ക് ഈസ് ഡിവൈഡഡ് ഇൻ ടു. എന്താണ്? ഓപ്ഷൻ എ ട്രാക്സ് ആൻഡ് സെക്ടേഴ്സ് ആണ്. എ പ്ലാറ്റർ ഓഫ് എ ഹാർഡ് ഡിസ്ക് ഈസ് ഡിവൈഡഡ് ഇൻ ടു. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ട്രാക്സ് ആൻഡ് സെക്ടേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ: ദ പോപ്പുലർ ഇമേജ് എഡിറ്റർ GIMP സ്റ്റാൻഡ്സ് ഫോർ. എന്താണ്? GIMP സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. അടുത്ത ക്വസ്റ്റ്യൻ:
The small memory which can be kept inside a central processing unit is referred as a ഓപ്ഷൻ സി രജിസ്റ്റേഴ്സ് ആണ് ആൻസർ വരുന്നത് കേട്ടോ. സ്മോൾ മെമ്മറി വിച്ച് ക്യാൻ ബി കെപ്റ്റ് ഇൻസൈഡ് എ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഈസ് റെഫേർഡ് ആസ് ഓപ്ഷൻ സി രജിസ്റ്റേഴ്സ്. 96ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 97 നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സെർച്ച് എഞ്ചിൻ. സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഫൈൻഡ് ആണ് കേട്ടോ. സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഓപ്ഷൻ ബി ഫൈൻഡ്, ബാക്കി എല്ലാതും സെർച്ച് എഞ്ചിൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് കോഡ് വൈൽ ഡിസൈനിങ് എ വെബ് പേജ്. വെബ് പേജ് ഡിസൈൻ ചെയ്യുമ്പോൾ ഏതാണ് കറക്റ്റ് കോഡ് വരുന്നതെന്ന്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. HTML, ഹെഡ്, ബോഡി HTML, അങ്ങനെയാണ് ഓർഡർ വരുന്നത് കേട്ടോ, കറക്റ്റ് കോഡ് വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രാക്ടീസ് ഓഫ് രജിസ്റ്ററിങ് ആൻ ഇൻ്റർനെറ്റ് ഡൊമൈൻ നെയിം ദാറ്റ് ഈസ് ലൈക്ലി ടു ബി വാണ്ടഡ് ബൈ അനദർ ഫേമസ് പേഴ്സൺ ഓർ ബിസിനസ്. ഒരു ഫേമസ് പേഴ്സണോ അല്ലെങ്കിൽ ബിസിനസ്സിനോ വേണ്ടി ഡൊമൈൻ നെയിം, ഇൻ്റർനെറ്റ് ഡൊമൈൻ നെയിം രജിസ്റ്റർ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഓപ്ഷൻ സി സൈബർ സ്ക്വാറ്റിംഗ്. എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി സൈബർ സ്ക്വാറ്റിംഗ്. ഓക്കെ. 100ാമത്തെ ക്വസ്റ്റ്യനും ക്യാൻസൽ ചെയ്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ PYQ ആണ് ചെയ്തത്. ലാസ്റ്റ് സെഷനായിരുന്നു. 3 സെഷൻ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 100 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ട് നന്നായി പഠിക്കുക, എഴുതി വെച്ച് തന്നെ നന്നായി പഠിക്കുക. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റുകളൊക്കെ അറിയിക്കുക കേട്ടോ, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.